ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ സ്പീഡ് ആൻഡ് വെലോസിറ്റി എന്നൊരു ചാപ്റ്ററിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ കംപ്ലീറ്റ്ലി തിയറിറ്റിക്കലി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതേപോലെ കുറച്ച് ഇക്വേഷൻസുകളും ഒക്കെ നമ്മൾ പഠിച്ചു. ആ ഇക്വേഷൻസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മളിവിടെ പാർട്ട് 2-ൽ സ്പീഡ് ആൻഡ് വെലോസിറ്റീൻ്റെ പാർട്ട് 2-ൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പ്രോബ്ലംസ് ഒക്കെ കുറച്ച് ടൈം എടുത്ത് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ചിലത് ടൈം എടുത്ത് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് സ്വാഭാവികമായിട്ടും 4 ഓപ്ഷൻ ഉണ്ടാകും, അതിലൊന്ന് ടിക്ക് ചെയ്താൽ മതി. ബട്ട് ഓപ്ഷൻ കൺഫ്യൂഷൻ ആവുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് ആയിരിക്കും. അപ്പോൾ കറക്റ്റ് വാല്യൂ കിട്ടാൻ നമുക്ക് കറക്റ്റ് ഇക്വേഷൻ ഓർമ്മ വരണം. കറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ കറക്റ്റ് വാല്യൂ കിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് കുറച്ച് പ്രോബ്ലംസുകൾ ചെയ്യുക, അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അത് ഈ ജസ്റ്റ് സ്ലൈഡിൽ കൂടെ പ്രോബ്ലംസ് ആൻസറൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവും. നമ്മൾ ഓരോ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് അസൈൻമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തരും. അപ്പോൾ നമുക്ക് ആദ്യം പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ സ്പീഡ്, വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ നോക്കാം. സ്പീഡും വെലോസിറ്റി ആക്സലറേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നമുക്ക് നോക്കാം. പ്രോബ്ലം 1 ക്വസ്റ്റ്യൻ: എ ബോഡി ട്രാവൽസ് എ ഡിസ്റ്റൻസ് ഓഫ് 168 മീറ്റർ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഇൻ 21 സെക്കൻഡ്. വാട്ട് വെലോസിറ്റി ദ ബോഡി ഈസ് ട്രാവലിംഗ്? ക്വസ്റ്റ്യൻ സിമ്പിളാണ്, ശ്രദ്ധിച്ച് നോക്കുക. ഒരു ബോഡി 168 മീറ്റർ ഡിസ്റ്റൻസ് സ്ട്രെയിറ്റ് ലൈനിലായിട്ടുള്ള 168 മീറ്റർ ഡിസ്റ്റൻസ് 21 സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബോഡിയുടെ വെലോസിറ്റി എന്തായിരിക്കും? ട്രാവൽ ചെയ്യുന്ന ആ ബോഡിയുടെ വെലോസിറ്റി എന്തായിരിക്കും? വെലോസിറ്റി എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് സിമ്പിളായിട്ടുള്ള ഇക്വേഷൻ വരുന്നത് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഓക്കെ, സ്പീഡായാലും വെലോസിറ്റി ആയാലും സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഓക്കെ, നമുക്ക് ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഫ് എന്നാണ് സൂചിപ്പിക്കുക. തന്നിട്ടുണ്ട് 168 മീറ്റർ, ടൈമും തന്നിട്ടുണ്ട് 21 സെക്കൻഡ്. അപ്പോൾ 168/21 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. രണ്ടാമത്തെ പ്രോബ്ലം സിമ്പിളായിരുന്നു ആദ്യത്തെ പ്രോബ്ലം. രണ്ടാമത്തേക്ക് പോവാം. എ വെഹിക്കിൾ ആക്സിലറേറ്റ് യൂണിഫോംലി ഫ്രം എ വെലോസിറ്റി ഓഫ് 8 km/h to 24 km/h in 4 seconds. Determine acceleration. ഇങ്ങനത്തെ ചില പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടിയും ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇങ്ങനത്തെ പ്രോബ്ലംസ് എന്നല്ല, ഇങ്ങനത്തെ പ്രോബ്ലംസ് ഇനിയും വരും. കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാനുള്ള ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഏതെങ്കിലും ഒരു വാല്യൂ 50 കിലോ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ് 36 km/h ആണ്. അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കുകയാണെങ്കിൽ, ഈ സ്ലൈഡിലില്ല നോക്കണ്ട, ഞാൻ പറയുകയാണ് 36 km/h ആണ്. അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിൽ ആ വാല്യൂവിനെ 36നെ 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. ഓക്കെ, ഇത് ഓർത്ത് വയ്ക്കുക. ആ വാല്യൂവിനെ 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. മീൻസ് 36നെ ഞാൻ ഇപ്പോൾ 36 km/h ഞാൻ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുകയാണെന്ന് വെച്ചാൽ 36 × 5/18. ഓക്കെ, 36 × 5/18, 18 36 2 വശം പോകും, 5 × 2 10. മീൻസ് 36 km/h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഈ കൺവേർഷൻ ചെയ്യാനുള്ള ഫോർമുല അറിഞ്ഞിരിക്കണം. ആ വാല്യൂവിനെ 5/18 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മീറ്റർ പെർ സെക്കൻഡ് വാല്യൂ കിട്ടും. മീൻസ് km/hനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം എടുത്ത് നോക്കി നോക്കാം. എ വെഹിക്കിൾ ആക്സിലറേറ്റ് യൂണിഫോംലി, ഒരു വെഹിക്കിൾ യൂണിഫോംലി ആയിട്ട് ആക്സിലറേറ്റ് ആവുന്നുണ്ട്. ഏത് വെലോസിറ്റിയിൽ നിന്ന് ഏത് വെലോസിറ്റിക്ക് ആക്സിലറേറ്റ് ആവുന്നത്? 8 km/h നിന്ന് 24 km/hയിലേക്കാണ് ആക്സിലറേറ്റ് ആവുന്നത്. എത്ര നേരത്തോണ്ടാണ് അത് ആക്സിലറേറ്റ് ആയത്? 4 സെക്കൻഡ് കൊണ്ടാണ് ആക്സിലറേറ്റ് ആയത്. അപ്പോൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. ആക്സിലറേഷനാണ് കണ്ടുപിടിക്കുന്നത്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആക്സിലറേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഇറ്റ് ഇസ് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ഇവിടെ സ്വാഭാവികമായിട്ട് 2 വെലോസിറ്റി തന്നതുകൊണ്ട് ഒന്ന് ഇനീഷ്യലാണ്, ഒന്ന് ഫൈനൽ നമുക്കറിയാം. ഒന്ന് u ആണ്, ഒന്ന് v ആണ് നമുക്കറിയാം. u എന്ന് പറയുന്നത് ഇവിടെ 8 ആണ്, v എന്ന് പറഞ്ഞാൽ 24 ആണ്. ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ v - u/t മീൻസ് 24 - 8/t ഈസ് ഈക്വൽ ടു, ഇവിടെ ഈ പ്രോബ്ലത്തിൽ എഴുതിയിരിക്കുന്നതിലൊരു ചെറിയ തെറ്റുണ്ട്. ഫൈനൽ വെലോസിറ്റി 24ന് പകരം ഇവിടെ 28 ആണ് എഴുതിയിരിക്കുന്നത്. 24ന് 8 പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് 16 വരിക. 16/4, ടൈം എന്ന് പറയുന്നത് 4 ആണ്. 16/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 km/h ആണ് ശരിക്കും ആക്സിലറേഷൻ വരിക. ഓക്കെ, ആ km/hനെ മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 5/18 കൊണ്ട് ഗുണിക്കണം. 5/18 കൊണ്ട് ഗുണിക്കണം. അതെന്തുവേണ്ടി ചെയ്യാം? ഒന്ന്, നമ്മൾ സാധാരണ ആക്സിലറേഷൻ കണ്ടുപിടിക്കുമ്പോൾ മീറ്റർ പെർ സെക്കൻഡിലാണ് കിട്ടേണ്ടത്.
ഇപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ 4 എന്ന് പറഞ്ഞില്ലേ, മീൻസ് 24 നിന്ന് 8 പോയാൽ 16. അപ്പോൾ 16 km/h ഇവിടെ അടിയിലത്തെ ടി എന്ന് പറഞ്ഞാൽ സെക്കൻഡിലാണ്. അപ്പോൾ ഒരിക്കലും മരിക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ആ km/h ഞാൻ മീറ്റർ/സെക്കൻഡിലേക്ക് ആക്കണം. മീൻസ് 4 × 5/18 16 × 5/18 കണ്ടുപിടിക്കുക. അപ്പോൾ 4.44 കിട്ടും. ഇവിടെ മാത്രമേ തെറ്റുള്ളൂ കേട്ടോ, നമ്മൾ വിചാരിക്കണ പോലെ തെറ്റില്ല. ഒരു മിനിറ്റ്. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മാത്രമാണ് തെറ്റുള്ളൂ. ഓക്കെ, ഇത് 24 തന്നെയാണ് വരിക. ഓക്കെ, ഇത് 24 തന്നെയാണ് വരിക, വേറെ തെറ്റൊന്നുമില്ല. അവിടെ എഴുതിയിരിക്കുന്നത് തെറ്റാണ്. അപ്പോൾ നമുക്ക് 16 കിട്ടും. 16 ആദ്യം നമ്മൾ മീറ്റർ/സെക്കൻഡിലേക്ക് ആക്കണം. എന്തിനാണ് മീറ്റർ/സെക്കൻഡിലേക്ക് ആക്കാനുള്ള കാരണം? ടൈം എന്ന് പറയുന്നത് ഇവിടെ സെക്കൻഡിലാണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ 4 സെക്കൻഡിന് പകരം അവിടെ ഹവറിലാണ് തന്നിരിക്കുന്നത് വെച്ചാൽ ഇത് നിങ്ങൾക്ക് മീറ്റർ/സെക്കൻഡിലേക്ക് ആക്കേണ്ട ആവശ്യമില്ല. മീൻസ് യൂണിറ്റ് എപ്പോഴും സെയിം ആയിരിക്കണം, അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോഴും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴൊക്കെ. ഓക്കെ, അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെ ആക്സലറേഷൻ 1.11 മീറ്റർ/സെക്കൻഡ് കിട്ടി. ഇനി പ്രോബ്ലം 3ലേക്ക് കിടക്കാം. എ കാർ മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് 50 km/h 50 km/h സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാറിനെ നമ്മൾ റെസ്റ്റിലേക്ക് കൊണ്ടുവന്നു. 45 സെക്കൻഡ് എടുത്തിട്ടാണ് ആ കാറിനെ റെസ്റ്റിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റിട്ടാർഡേഷൻ കണ്ടുപിടിക്കുക. ഓക്കെ, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതിൻ്റെ കേസാണ് ഇവിടെ ബോക്സിലാക്കി എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ റിട്ടാർഡേഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്ന 50 km/h ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്ന് പറയുമ്പോൾ ഫൈനൽ വെലോസിറ്റി എപ്പോഴും 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ആദ്യം km/h തന്നതൊക്കെ നിങ്ങൾ ആദ്യം തന്നെ എല്ലാം മീറ്റർ/സെക്കൻഡിലാക്കുക. 50 km/h മീറ്റർ/സെക്കൻഡിലേക്ക് ആക്കാൻ × 5/18 കൊണ്ട് ഗുണിച്ചപ്പോൾ എനിക്ക് 13.88 മീറ്റർ/സെക്കൻഡ് കിട്ടി. ഫൈനൽ വെലോസിറ്റി 0 ആയി. ഫൈനൽ വെലോസിറ്റി 0 ആവാൻ കാരണം ആ കാറ് റെസ്റ്റിലേക്ക് വന്നു. ഇനി ആക്സലറേഷൻ കണ്ടുപിടിക്കുകയാണ്. ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം 0 - 13.88/45. സ്വാഭാവികമായിട്ട് ഇവിടെ നെഗറ്റീവ് വരും, കാരണം നമ്മൾ കണ്ടുപിടിക്കുന്നത് ആക്സലറേഷൻ അല്ല റിട്ടാർഡേഷൻ ആണ്. അപ്പോൾ സ്വാഭാവികം നെഗറ്റീവ് വരും. 0 - 13.88/45, കാരണം ഇവിടെ 45 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് 45 അത് കണ്ടുപിടിച്ചപ്പോൾ -0.308 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. അതാണ് റിട്ടാർഡേഷൻ കിട്ടിയത്, ആക്സലറേഷൻ കിട്ടിയത്. റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് എ നെഗറ്റീവ് ആക്സലറേഷനെയാണ് റിട്ടാർഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്ട്രാ ആയിട്ട് ഒരു നെഗറ്റീവ് സൈൻ കൂടിയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാകുമ്പോൾ റിട്ടാർഡേഷൻ്റെ വാല്യൂ പോസിറ്റീവായി. ഓക്കെ, മനസ്സിലായില്ലേ? അങ്ങനെ 0.308 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ കിട്ടി. ആ ഒരു കേസ് മറക്കരുത്. ഇനി പ്രോബ്ലം ബേസ്ഡ് ഓൺ ഇക്വേഷൻ ഓഫ് മോഷനെ വെച്ചിട്ട് കുറച്ച് പ്രോബ്ലംസ് നമുക്ക് നോക്കി നോക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു v = u + at, v² = u² + 2as, അതേപോലെ s = ut + ½ at² എന്നുള്ള ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഇക്വേഷൻസ് വെച്ച് വരുന്ന പ്രോബ്ലംസ് നോക്കി നോക്കാം. അതിൽ ആ ഇക്വേഷൻസ് ഒന്നുകൂടി ഞാൻ ഇവിടെ ബോക്സിൽ എഴുതിയിട്ടുണ്ട്. ആ പ്രോബ്ലമിലേക്ക് കിടക്കാം. എ ബോഡി ഈസ് മൂവിങ് വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് 2 മീറ്റർ/സെക്കൻഡ് ആൻഡ് തന്നിരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ എഴുതുക. ഇനീഷ്യൽ വെലോസിറ്റി u എന്ന് പറഞ്ഞാൽ 2 മീറ്റർ/സെക്കൻഡ്. പരീക്ഷയ്ക്ക് ഇതേപോലെ തന്നെ എഴുതണം. ഇനീഷ്യൽ വെലോസിറ്റി u = 2 മീറ്റർ/സെക്കൻഡ്. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ഇതൊന്നും എഴുതേണ്ട ആവശ്യം, നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടാവും. ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. അസൈൻമെൻ്റ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ തരുന്നുണ്ട്, അതിൽ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് എനിക്ക് കാണണം. ഓക്കെ, u = 2 മീറ്റർ/സെക്കൻഡ്. ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സലറേഷൻ ഓഫ് ഇവിടെ മൈനസാണ് തന്നിരിക്കുന്നത് ആക്സലറേഷൻ, അതേപോലെ എടുത്ത് എഴുതുക 0.5 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0, കാരണം തന്നിട്ടില്ല, അതുകൊണ്ടാണ് 0. ഫൈൻഡ് ദി ടൈം വെൻ ദി വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ ബിക്കം 0. ടൈം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി 0 ആകുമ്പോൾ എടുക്കുന്ന ടൈമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫൈനൽ വെലോസിറ്റി v = 0, ടൈം കണ്ടുപിടിക്കുക. അപ്പോൾ v = u + at, ഇതിൽ 3 ഇക്വേഷനിൽ ഏത് ഉപയോഗിക്കണം നിങ്ങൾക്ക് തീരുമാനിക്കാം. നമുക്കിവിടെ ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, ഫൈനൽ വെലോസിറ്റി 0 ആണെന്നറിയാം, ആക്സലറേഷൻ തന്നിട്ടുണ്ട്, ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ വേണം കണ്ടുപിടിക്കാൻ. രണ്ടാമത്തെയും മൂന്നാമത്തെയും ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അവിടെ f എന്ന് പറഞ്ഞൊരു വാല്യൂ വരുന്നുണ്ട്, നമുക്കറിയില്ല. അപ്പോൾ v = u + at എന്നുള്ള ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ടൈം എന്ന് പറയുന്നത് 4 സെക്കൻഡ് കിട്ടും. അതെങ്ങനെയാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. സ്റ്റെപ്പായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്, ചെയ്തു നോക്കുക. ഈ പ്രോബ്ലം 2, ലെറ്റ് ദി ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ 5 മീറ്റർ/സെക്കൻഡ്, u എന്ന് പറഞ്ഞാൽ 5 മീറ്റർ/സെക്കൻഡ് ആണ്. ഇറ്റ് ഈസ് ആക്സലറേറ്റിംഗ് അറ്റ് ആൻ ആക്സലറേഷൻ ഓഫ് 1 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. ആക്സലറേഷൻ എന്ന് പറയുന്നത് 1 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ്. ഫൈനൽ വെലോസിറ്റി 10 മീറ്റർ/സെക്കൻഡ്. ഫൈനൽ വെലോസിറ്റി 10 മീറ്റർ/സെക്കൻഡ് ആണ്. ദെൻ ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ പാർട്ടിക്കിൾ വിൽ ഗിവൺ ബൈ ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഡിസ്റ്റൻസ് ട്രാവൽ ഞാൻ പറഞ്ഞു, ഡിസ്റ്റൻസിൻ്റെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് f ആണ്. അപ്പോൾ f ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ഏത് ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റും? f വെച്ചിട്ട് നമുക്ക് ഫൈനൽ വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട് അല്ലേ.
അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുക, മൂന്നാമത്തെ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താ, അവിടെ ഫൈനൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2af ടെൻ സ്ക്വയർ ഈക്വൽ ടു 5 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 1 ഇൻറ്റു എഫ്. അതിന് എഫ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 37.5 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. 37.5 മീറ്റർ കിട്ടും. ഓക്കെ, ഇത് മീറ്ററിൽ വരണമെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡിലായിരിക്കണം. നിങ്ങൾക്ക് പ്രോബ്ലം തെറ്റിക്കാൻ വേണ്ടിയിട്ട് ചില വാല്യൂ ഇനീഷ്യൽ വെലോസിറ്റി കിലോമീറ്റർ പെർ ഹവറിലും ഫൈനൽ വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡിലും തരും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഡയറക്റ്റായി എടുത്ത് എഴുതുമ്പോൾ ശരിക്കും ആൻസർ കിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും കിലോമീറ്റർ പെർ ഹവറിൽ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുക. പിന്നെ ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് തന്നെ ആണോ എന്ന് നോക്കുക. എന്നാൽ മാത്രമേ എഫ് മീറ്ററിൽ കിട്ടുള്ളൂ. ഓക്കെ, ഇനി അഥവാ എഫ് തന്നിരിക്കുന്നത് വെച്ചാൽ എഫ് മീറ്ററിലാണോ നോക്കുക. മീറ്ററിൽ തന്നില്ലെങ്കിൽ മീറ്ററിലേക്ക് ആക്കുക. എന്നാലേ ബാക്കിയുള്ള വാല്യൂസ് അതിൻ്റെ യൂണിറ്റിൽ എസ് ഐ യൂണിറ്റിൽ കിട്ടുള്ളൂ. ഇനി പ്രോബ്ലം 3ലേക്ക് കിടക്കാം. ഇഫ് ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ ഈസ് 2 മീറ്റർ പെർ സെക്കൻഡ്, യു എന്ന് പറഞ്ഞാൽ 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ട്രാവൽസ് 10 മീറ്റർ ഇൻ 1 സെക്കൻഡ്. ട്രാവൽസ് 10 മീറ്റർ ഇൻ 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എസ് ഈക്വൽ ടു 10 ആണ്. ടൈം എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആണ്. വാട്ട് വിൽ ബി ടു ആക്സിലറേഷൻ? ആക്സിലറേഷൻ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി വന്നിട്ടുണ്ട്, ഫൈനൽ വെലോസിറ്റി വന്നിട്ടില്ല, ആക്സിലറേഷൻ തന്നിട്ടുണ്ട്, എഫ് തന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മൂന്നാമത്തെ ഇക്വേഷൻ ഉപയോഗിക്കാം. എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. കാരണം ഇവിടെ ഫൈനൽ വെലോസിറ്റി ഈക്വേഷനിലില്ല, നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുമില്ല. അപ്പോൾ ഇത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആക്സിലറേഷൻ നിങ്ങൾക്ക് 16 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടും. ഓൾറെഡി അതിൻ്റെ കറക്റ്റായിട്ട് യൂണിറ്റിൽ തന്നെ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. അങ്ങനെ ആക്സിലറേഷൻ 15 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ കിട്ടും. ഓക്കെ, ഇതൊരു പ്രോബ്ലം 4ഉം പ്രോബ്ലം 5ഉം ഇതേപോലെ കുറച്ച് വലിയ പ്രോബ്ലമാണ്. നോക്കി നോക്കാം. പ്രോബ്ലം 4ഉം പ്രോബ്ലം 5ഉം കുറച്ച് വലിയ പ്രോബ്ലംസ് ആണ്. നമുക്ക് നോക്കി നോക്കാം. എ ബോഡി ഈസ് മൂവിങ് വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് 5.6 മീറ്റർ പെർ സെക്കൻഡ്. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 5.6 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എന്നാണ് തന്നിരിക്കുന്നത്. സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആലോചിക്കുക, മീറ്റർ അല്ല, സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. ആൻഡ് യൂണിഫോം ആക്സിലറേഷൻ ഓഫ് 2.1 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. യൂണിഫോം ആക്സിലറേഷൻ ഓഫ് 2.1 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഈ ഒരു ചോദ്യത്തിൽ രണ്ട് വശമുണ്ട്. ഒന്ന് ചോദ്യം തെറ്റാണ്, സെൻറ്റിമീറ്റർ അല്ല മീറ്റർ ആണ് ശരിക്കും. ഇനി സെൻറ്റിമീറ്റർ ആണെന്ന് നിങ്ങൾ വിചാരിച്ചോളൂ. ഈ ഇനീഷ്യൽ വെലോസിറ്റി 5.6 സെൻറ്റിമീറ്റർ സെക്കൻഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ആക്സിലറേഷനും സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ സെൻറ്റിമീറ്ററിന് മീറ്റർ ആക്കേണ്ട ആവശ്യമില്ല. ഒരിക്കലും ഇങ്ങനത്തെ പ്രോബ്ലം വരില്ല. ഓക്കെ, ഈ ചോദ്യത്തിൽ തെറ്റാണ്. അത് മീറ്ററിൽ തന്നെയാണ് ശരിക്കും വരുന്നത്. എല്ലാ സ്ഥലത്തും ഇവിടെ സെൻറ്റിമീറ്റർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് മാത്രം, സോറി. എ ബോഡി ഈസ് മൂവിങ് വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് 5.6 മീറ്റർ പെർ സെക്കൻഡ്. ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് 5.6 തന്നിട്ടുണ്ട്. അതേപോലെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് 2.1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നിട്ടുണ്ട്. ഫൈൻഡ് ഇറ്റ്സ് വെലോസിറ്റി ആഫ്റ്റർ 8 സെക്കൻഡ്. 8 സെക്കൻഡിന് ശേഷമുള്ള വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മീൻസ് നമുക്ക് കണ്ടുപിടിക്കുന്നത് ഫൈനൽ വെലോസിറ്റി ആണ്. വി ഈക്വൽ ടു യു പ്ലസ് എ ടി വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ടി വന്നിട്ട് 8 സെക്കൻഡിന് വന്നിട്ട് എ അറിയാം നമുക്ക് 2.1 ആണ്, യുവും അറിയാം 5.6 ആണ്. ആ ഇക്വേഷൻ വെച്ചിട്ട് ഫൈനൽ വെലോസിറ്റി നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 22.4 മീറ്റർ പെർ സെക്കൻഡിന് കിട്ടും. രണ്ടാമത്തെ ചോദ്യത്തിൽ എന്താ, ഡിസ്റ്റൻസ് ട്രാവൽ ഇൻ 12 സെക്കൻഡ് എന്നാണ് പറയുന്നത്. ഡിസ്റ്റൻസ് ട്രാവൽ ഇൻ 12 സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ടൈം എന്ന് പറഞ്ഞിരിക്കുന്നത് 12 ആണ്, ടി എന്ന് പറഞ്ഞാൽ 12 ആണ്. അപ്പോൾ എഫ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. കാരണം എയും ടിയും നമുക്കറിയാം, യുവും നമുക്ക് അറിയാം. ഓക്കെ, ഫൈനൽ വെലോസിറ്റി കിട്ടിയല്ലോ, അതുകൊണ്ട് നമുക്ക് മൂന്നാമത്തെ ഇക്വേഷൻ ഉപയോഗിച്ചോടെ എന്ന് വിചാരിക്കരുത്. കാരണം ആ ആദ്യത്തെ ചോദ്യത്തോടെ ആ സെക്ഷൻ കഴിഞ്ഞു. രണ്ടാമത്തെ ചോദ്യത്തിലാവുമ്പോൾ ആ ഫൈനൽ വെലോസിറ്റി അല്ല ഇവിടെ ഉപയോഗിക്കണം, വി. ഇത് രണ്ടാമത്തെ ചോദ്യമാണ്, അതിനൊന്നും ബന്ധമില്ല. ഓക്കെ, അങ്ങനെ ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ വെച്ചിട്ട് നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഇനി മൂന്നാമത്തെ, ഇറ്റ്സ് വെലോസിറ്റി വെൻ ഇറ്റ് ഹാസ് ട്രാവൽഡ് ബൈ ഡിസ്റ്റൻസ് ഓഫ് 300 സെൻറ്റിമീറ്റർ. നമുക്ക് 300 സെൻറ്റിമീറ്റർ അല്ല ശരിക്കും അവിടെ മീറ്റർ എന്നാണ്. അവിടെ എഫ് തന്നിട്ടുണ്ട്, നമുക്ക് കണ്ടുപിടിക്കുന്നത് വി ആണ്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ല, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2af ആണ്. വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2af ആണ്. അത് വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഇതിൽ മൂന്നാമത്തെ പോർഷൻ കിട്ടും. വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2af. യു അറിയാം, വി സ്ക്വയർ വി ആണ് കണ്ടുപിടിക്കേണ്ടത്. വി സ്ക്വയറിന് ഒരു വാല്യൂ കിട്ടും, അതിൻ്റെ റൂട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിയും കിട്ടും. ഓക്കെ, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2af എന്ന് പറഞ്ഞാൽ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5.6 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2.1 ഇൻറ്റു 300. അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാല്യൂ കിട്ടും, അതിൻ്റെ റൂട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെലോസിറ്റിയും കിട്ടും. ഓക്കെ, അതേപോലെ ഒരു സിമ്പിൾ പ്രോബ്ലം തന്നെയാണ് അഞ്ചാമത്തെ പ്രോബ്ലം. ജസ്റ്റ് വായിച്ച് നോക്കുക, എല്ലാ പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല, സിമ്പിൾ ഇതേ ഇക്വേഷൻ വെച്ചുള്ള പ്രോബ്ലമാണ്. നമ്മുടെ അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു കുറച്ച് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അബൌട്ട് 6 ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ആ 6 ക്വസ്റ്റ്യൻസ് നോട്ടിൻ്റെ പിൻവശത്ത് ഞാൻ പറഞ്ഞിട്ട് ടെമ്പറേച്ചറിന് അസൈൻമെൻറ്റ് തരുന്നതായിരിക്കും.
അത് തരും. അതിന് ശേഷം അടുത്ത ചാപ്റ്റർ സ്പീഡ് ആൻഡ് വെലോസിറ്റി എന്ന് എഴുതുക, ചാപ്റ്ററിൻ്റെ പേര് എഴുതുക, എന്നിട്ട് ഈ അസൈൻമെൻറ്റ് 5 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. ഓക്കെ, ഇതെന്നാൽ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് ഞാൻ പറയും. അവസാനം കൂടിയൊക്കെ ഒരുമിച്ചാണ് സബ്മിറ്റ് ചെയ്യേണ്ടി വരിക. ചിലപ്പോൾ ഇടയ്ക്ക് തന്നെ സബ്മിറ്റ് ചെയ്യേണ്ടിയും വരാം. ഓക്കെ, അപ്പോൾ സ്പീഡ് ആൻഡ് വെലോസിറ്റി എന്നൊരു പോർഷൻ മനസ്സിലായി വിചാരിക്കുന്നത്. പ്രോബ്ലംസൊക്കെ വളരെ സിമ്പിളാണ്. മെയിനായിട്ട് ഇക്വേഷൻ കാണാപ്പാടം പറഞ്ഞിരിക്കണം, യൂണിറ്റ് ശ്രദ്ധിക്കണം. പിന്നെ അതേപോലെ കിലോമീറ്റർ പെർ ഹവറിന് മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് ഗുണിക്കണം എന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ അടുത്ത ചാപ്റ്ററിൽ നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം. അതുവരയ്ക്കും ബൈ ബൈ.